ഞാണൊലി മുഴക്കും. അതിൻ്റെ ഞാണൊന്ന് അനക്കുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം ആ വനം മുഴുവൻ കേട്ടു എന്ന് പറയും, മാറ്റൊലി. അപ്പോൾ ആ ശബ്ദം കേട്ട് താടകയ്ക്ക് മനസ്സിലായി ആരോ വന്നിട്ടുണ്ട്, എൻ്റെ ഈ വിജനമായ എൻ്റെ ഈ വാസസ്ഥലത്ത് മറ്റൊരു കുട്ടി ഒരാൾ പോലും വരാതിരിക്കുക, ഇതാരാണ്, മനുഷ്യമാംസത്തിൻ്റെ ഗന്ധവും ഏറ്റു എന്നാണ് പറയും. അങ്ങനെ ഇവർ അലറിക്കൊണ്ട് വന്നു എന്നാണ്. അപ്പോൾ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ആ ഘോരമായ രാക്ഷസി വയസ്സായി അത്ര പ്രായം ചെന്നു, എന്നാലും അവരുടെ ക്രൂരതയും ഒക്കെ അവരുടെ മുഖത്ത് കണ്ടാൽ അറിയാം. അവരവിടുന്ന് ഈ രക്തവും മാംസകഷ്ണങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ട് അത്രയും വരിക. ഇങ്ങനെ വന്നു. അപ്പോൾ രാമനോട് പറഞ്ഞു, താമസിക്കരുത്, ഉടനെ തന്നെ അമ്പ് ചെയ്യണം, ഈ രാക്ഷസി അപകടകാരിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാമൻ അങ്ങനെ അമ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കല്ലും മരങ്ങളും ഒക്കെ വലിച്ചെറിയാൻ തുടങ്ങിയെന്ന് പറയും. അപ്പോൾ വിശ്വാമിത്രൻ തൻ്റെ തപശക്തി കൊണ്ട് ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തി. ഈ സമയത്ത് രാമൻ ഒരു അമ്പെടുത്തു, എയ്തു, 2 കൈകളും അറുത്തു മാറ്റി. മറ്റൊരമ്പിനാൽ മൂക്കും ചെവിയും ഒക്കെ അറുത്തു മാറ്റി നോക്കാം. എന്നിട്ട് അവർ തുള്ളി ഉറഞ്ഞുകൊണ്ട് ഓടി വന്നു എന്നാണ്. അടുത്തൊരമ്പിനാൽ അത് വേറെ, മൂക്ക് ചെവിയൊക്കെ അറുത്തു മാറ്റി, ഈ അമ്പ് കൊണ്ട് അറുത്തു മാറ്റി. മറ്റേത് വാള് വെച്ച് ലക്ഷ്മണനാണ്. അടുത്തൊരമ്പ് കൊണ്ട് മാറ് പിളർന്ന് താടക ഒരു വലിയ മരം പോലെ ഒരു കുന്നിൻ്റെ മുകളിൽ വലിയൊരു കുന്നുപോലെ വീണു എന്നാണ് പറയുന്നത്. ഒടുവിൽ അവരിൽ നിന്നൊരു തേജസ് ഉയർന്നു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ താടകയുടെ മരണം കണ്ട് ദേവലോകത്തു നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവന്മാരൊക്കെ മുകളിൽ നിന്ന് വളരെ ജയഭേരി മുഴക്കി എന്ന് പറയും. അത് കഴിഞ്ഞ് താടകയുടെ അന്ത്യത്തോടുകൂടി ആ സ്ഥലത്ത് അപ്പോഴും തന്നെ പൂക്കൾ വിരിയാൻ തുടങ്ങി. പൂക്കളും ഒന്നും ഇല്ലാതിരുന്ന ആ കാട്ടിൽ അപ്പം തന്നെ പൂക്കൾ വിരിഞ്ഞു, സസ്യങ്ങളിൽ ഫലവൃഷ്ടി ഉണ്ടായി എന്നാണ് പറയും. ഇങ്ങനെ അവർ വീണ്ടും സഞ്ചരിച്ചു. കുറച്ചുകൂടെ ചെന്നപ്പോൾ ഒരു ആശ്രമ പരിസരം കണ്ടു. ആ വനം താണ്ടി അപ്പുറം ചെന്നപ്പോൾ ആശ്രമ പരിസരം കണ്ടു. അപ്പം അവിടെ മുനികുമാരന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ കണ്ടു. അപ്പോൾ ഇത് ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു, ഇതാണ് സിദ്ധാശ്രമം. ഈ സിദ്ധാശ്രമത്തിലാണ് വസിഷ്ഠൻ, ഈ പറയുന്ന വിശ്വാമിത്രൻ താമസിക്കുന്നത്. അവിടെയാണ് യാഗം ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പൂർവികമായൊരു കഥ പറയുന്നു. ഇത് നാരായണൻ പണ്ട് തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. നാരായണൻ പണ്ട് തപസ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ വേറൊരു പ്രത്യേകത ഉള്ളത്, അവിടെ വാമനൻ ജനിച്ച സ്ഥലം കൂടെയാണ്. ഇപ്പോൾ പുരാതന കാലത്ത് ബലി എന്ന് പറയുന്ന ചക്രവർത്തി രാക്ഷസ വംശം ഭരിച്ചിരുന്ന കാലത്ത്, ബലിയെക്കുറിച്ച് മഹാബലി എന്ന് പറയുന്ന ബലിയെക്കുറിച്ച് തന്നെയാണ്. വീരേചനൻ എന്ന് പറയുന്ന അസുര ചക്രവർത്തിയുടെ പുത്രനാണ് ബലി. 3 ലോകങ്ങളും ആക്രമിച്ച് കീഴടക്കുന്ന ഇന്ദ്രന്റെ സിംഹാസനമൊക്കെ അദ്ദേഹത്തെ ഓടിച്ചു. ഇന്ദ്രന്റെ സിംഹാസനമൊക്കെ സ്വായത്തമാക്കി. ഈ 3 ലോകങ്ങൾ, പാതാളം, ഭൂമി, സ്വർഗം തുടങ്ങിയ എല്ലാ ലോകങ്ങളിലും ഇദ്ദേഹത്തിന്റെ ആധിപത്യമായി. അദ്ദേഹം എന്ത് ചെയ്തു? യാഗം, ഈ പറഞ്ഞ പോലെ ത്രിലോക ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ യാഗം ചെയ്യും, അസുരന്മാരെ യാഗം ചെയ്യും. ഇങ്ങനെ യാഗം ചെയ്തു. യാഗം നടക്കുന്ന സമയത്ത് നിഷ്കാഷിതരായ ദേവന്മാരും ഇന്ദ്രനും ഒക്കെ കൂടെ ബ്രഹ്മാവിനെ പോയി കണ്ടു. ഞങ്ങൾക്ക് ഒരു അഭയവും ആരുമില്ല, ലോകം മുഴുവൻ ബലി കൈയടക്കി വെച്ചിരിക്കുകയാണ്, നമുക്കൊരാശ്രയം ആരുമില്ല, വേണ്ടുന്നത് ചെയ്യാമെന്ന്. ബ്രഹ്മാവ് പറഞ്ഞു, മഹാവിഷ്ണുവിനെ തന്നെ ശരണം പ്രാപിക്കുക നിവൃത്തിയുള്ളൂ, അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മഹാവിഷ്ണുവിനോട് പോയി ഉണർത്തിച്ചു. ഈ യാഗം ഒഴിപ്പിച്ചാൽ ബലി കൂടുതൽ ശക്തനാവുകയും നമുക്ക് പിന്നെ എവിടെയും സ്ഥാനമില്ലാതാവും, അതുകൊണ്ട് വേണ്ടുന്നത് ചെയ്യണം എന്ന് പറയും. അങ്ങനെ അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം ഈ സമയത്ത് കാശ്യപൻ എന്ന് പറയുന്ന പ്രജാപതി മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുന്നുണ്ട്, പുത്രൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എങ്ങനെയുള്ള പുത്രൻ? മഹാവിഷ്ണു പുത്രനായിട്ട് ജനിക്കണം, ഇതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. കശ്യപന്റെ പുത്രന്മാരാണ് ദേവന്മാർ, അറിയാലോ, ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? കശ്യപന് ദിതി എന്ന് പറയുന്നത്, അതി എന്ന് പറയുന്നത് രണ്ട് ഭാര്യമാരുണ്ട്. ഈ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ബന്ധം അറിയാമോ? സഹോദരങ്ങളാ. ഒന്ന് ദിതിയുടെ പുത്രനും ഒന്ന് അതിയുടെ പുത്രനും. അച്ഛൻ 2 പേർക്ക് ഒന്നാ. കശ്യപന്റെ പുത്രന്മാരാണ് ഇവർ 2 പേരും. പക്ഷെ കണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണെന്നേ ഉള്ളൂ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള അടിയാണ്. അപ്പൊ എന്തായാലും അതിഥിയുടെ പുത്രനാണ് ദേവേന്ദ്രനും ദേവന്മാരും. അപ്പോൾ ഈ കശ്യപൻ മഹാവിഷ്ണു പുത്രനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കശ്യപൻ എന്തായാലും പുത്രലാഭത്തിന് വേണ്ടിയിട്ട് എന്നെ പുത്രനായി ലഭിക്കാനായിട്ട് തപസ് ചെയ്യാണ്, ഞാൻ അദ്ദേഹത്തിന്റെ പുത്രനായിട്ട് ജനിക്കാം. അങ്ങനെ കശ്യപന്റെ പുത്രനായിട്ട് വാമനനായിട്ട് ജനിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ ജ്യേഷ്ഠനായിട്ട് അല്ലെങ്കിൽ ഇന്ദ്രന്റെ സഹോദരനായിട്ട് മഹാവിഷ്ണുവിനെ പറയുന്നു.
അപ്പം അങ്ങനെ ജനിച്ചു. അതാണ് വാമനൻ. ചെറിയ വടുരൂപിയാണ്, കോമളമായ രൂപമാണ്, ഒരു ഓലക്കുടയൊക്കെ ധരിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ ആര് കണ്ടാലും ഓമനത്വം തുളമ്പുന്ന മുഖമായിരുന്നു വാമനൻ്റെ. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാലുള്ള പ്രകാശം വളരെ വളരെ വലുതാണെന്നുള്ളത്. അദ്ദേഹം തൻ്റെ ഉദ്ദേശമനുസരിച്ച് ബലിചക്രവർത്തിയുടെ യാഗം നടക്കുന്നിടത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ബലിയെ കണ്ട് എനിക്ക് എന്തെങ്കിലും വേണം എന്ന് പറയുമ്പോൾ, അങ്ങക്ക് എന്താണ് വേണ്ടത്? ഞാൻ യാഗം ദീക്ഷിച്ചിരിക്കുന്നത് എന്ത് ചോദിച്ചാലും ഞാൻ തരും എന്ന് പറഞ്ഞു. എൻ്റെ രാജ്യം തന്നെ അങ്ങക്ക് അധീനമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ സാധാരണ മനുഷ്യനാണ്, എനിക്ക് തപസ് ചെയ്യാനായിട്ട് കുറച്ച് മണ്ണ്, ഒരു 3 അടി മണ്ണ് മതി, എനിക്കൊന്ന് ഇരിക്കാൻ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തർപ്പണം ചെയ്തിട്ടാണ് ഈ ദാനം ചെയ്യുന്നത്. അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അപ്പോൾ അവിടുത്തെ പുരോഹിതനായ ശുക്രാചാര്യർ, അസുരവംശത്തിന്റെ ശുക്രാചാര്യർ പറഞ്ഞു, വന്നിരിക്കുന്നത് നിസ്സാരക്കാരനാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് സാക്ഷാൽ നാരായണൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് ദേവന്മാരോടൊരു ചെറിയ പ്രതിപത്തിയുണ്ട്, ദേവന്മാർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കും. അപ്പോൾ അങ്ങയുടെ രാജ്യം ഇതോടെ അസ്തമിക്കും ഈ ദാനം കൊടുത്താൽ, അതുകൊണ്ട് അങ്ങ് ദാനം കൊടുക്കരുത്, അത് പറ്റില്ല എന്ന് പറയണം. അപ്പോൾ ബലിചക്രവർത്തി പറഞ്ഞു, സാക്ഷാൽ നാരായണൻ എന്നോട് അനുവാദം ചോദിക്കാൻ, എന്നോട് ഭിക്ഷ യാചിക്കാൻ വന്നെങ്കിൽ അതിനും വലിയ മഹത്തരമായത് എനിക്കെന്താ ഉള്ളത്, അതുകൊണ്ട് ഞാൻ ദാനം ചെയ്യാന്ന് പറഞ്ഞ് ഇന്ന് ഒരിക്കലും പുറകോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് അതെ ദാനം ദീക്ഷിക്കുന്നു. ജലം തർപ്പണം ചെയ്ത് ദാനം ദീക്ഷിച്ച് കഴിഞ്ഞതോടുകൂടി വാമൻ ഉയരാൻ വലുതാവാൻ തുടങ്ങി. അദ്ദേഹം വളരെ ഭീമാകാരമായ രൂപത്തിലേക്ക് എത്തി. ഒരു പാദം കൊണ്ട് ഭൂമി മുഴുവൻ അളന്നെടുത്തു, 2ാമത്തെ പാദം കൊണ്ട് സ്വർഗലോകവും അളന്നെടുത്തു. ഇദ്ദേഹത്തിന്റെ അധീനതയിലുള്ള സ്ഥലങ്ങൾ മുഴുവൻ 2 പാദം കൊണ്ട് ഇദ്ദേഹം ത്രിലോക ചക്രവർത്തിയായിട്ട് വിചാരിക്കും. താൻ വെട്ടിപ്പിടിച്ചത് മുഴുവൻ 2 പാദം കൊണ്ട് മഹാവിഷ്ണു അളന്നെടുത്തു. 3ാമത്തെ പാദം വെക്കാൻ സ്ഥലമില്ല. അപ്പോൾ അദ്ദേഹം മഹാവിഷ്ണുവിനെ സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ മഹത്വത്തെക്കുറിച്ച് എനിക്കറിയാം, ഞാൻ അങ്ങയിൽ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു തൊഴുതു. ഭഗവാൻ അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന് സ്വസ്ഥമായിരിക്കാനുള്ള സ്ഥലമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ സ്ഥലം മുഴുവൻ വിഷ്ണുവിൻ്റെതാണ്, അതുകൊണ്ട് വിഷ്ണു ഈ സ്ഥലം ഇന്ദ്രന് വീണ്ടും ഇന്ദ്രന്റെ സ്ഥലമായി കൊടുക്കുന്നു. അപ്പം അങ്ങനെ വാമനൻ ജനിച്ച സ്ഥലമാണ് ഈ സിദ്ധാശ്രമം. ഈ സ്ഥലത്തിന്റെ മാഹാത്മ്യം അറിഞ്ഞിട്ട് വിശ്വാമിത്രൻ അവിടെ തന്റെ ശിഷ്യഗണങ്ങളുമായിട്ട് താമസിക്കായിരുന്നു. അവിടെയാണ് ലോകമംഗളത്തിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ യാഗം നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ സ്ഥലമായിട്ട് സിദ്ധാശ്രമത്തെ അദ്ദേഹം മനസ്സിലാക്കുക. അപ്പോൾ രാമൻ പറഞ്ഞു, ഇനി നമുക്ക് യാഗത്തിനുള്ള ആരംഭം കുറിച്ചോളൂ എന്ന് പറഞ്ഞ് വൈകുന്നേരത്തോടു കൂടിയാണ് ചെല്ലുന്ന ഓരോ ദിവസത്തെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ 6 ദിവസമാണ് ഇനി യാഗം ശേഷിക്കുന്നത്. നാളെ മുതൽ തുടങ്ങിയാൽ 6 ദിവസം. അപ്പോൾ നാളെ രാവിലെ യാഗം ദീക്ഷിക്കാം, കുമാരന്മാർ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞു. അവർ പോയി വിശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റു വന്നു. അപ്പോൾ വിശ്വാമിത്രൻ ദർഭയൊക്കെ വിരിച്ച് യാഗം ദീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞു. അപ്പോൾ മുനികുമാരന്മാർ വന്നു പറഞ്ഞു, വിശ്വാമിത്രൻ യാഗം ദീക്ഷിച്ചിരിക്കുകയാണ്, അദ്ദേഹം മൗനത്തിലായിരിക്കും. നിങ്ങൾ 6 രാത്രിയും പകലും ഈ യജ്ഞശാലയെ സംരക്ഷിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാവുക. കയ്യിൽ അമ്പും വില്ലുമൊക്കെ ആയിട്ട് 2 പേരോട് 5 രാത്രികൾ വരെ, 5 ദിവസം വരെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. യാഗം അതിൻ്റെ പൂർവികതയിൽ തിളങ്ങി, അതിൻ്റെ അഗ്നിജാലുകൾ ആകാശം വരെ ഉയർന്നു, ഒക്കെ നന്നായി നടന്നു. വേദമന്ത്രങ്ങൾ അവിടെ മുഴങ്ങിക്കേട്ടു. അതാ വനാന്തരങ്ങളിൽ മുഴുവൻ ചെന്നു എന്ന് പറയും. 6ാമത്തെ ദിവസമായപ്പോൾ ഭീമമായ ഗർജനങ്ങളും അട്ടഹാസവും ഒക്കെ കേട്ടു. രാക്ഷസന്മാരുടെ വരവാണെന്ന് മനസ്സിലായി. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, നമ്മൾ ആയുധസന്നദ്ധരായിരിക്കണം. ഇതിനുമുമ്പ് ചെറിയൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇവർ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി നദിയുടെ തീരത്ത് വന്ന് വിശ്രമിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് വിശ്വാമിത്രൻ ഇവർക്ക് 2 ഉപദേശങ്ങൾ ചെയ്യുന്നുണ്ട്. ദാഹവും വിശപ്പും ഒന്നും അറിയാതിരിക്കാനുള്ള 2 മന്ത്രങ്ങൾ, ബലയെന്നും അതിബലയെന്നും 2 പേര്. അത് കൂടാതെ അദ്ദേഹം തൻ്റെ ജീവിതകാലത്ത് തപസ്സുകൊണ്ട് നേടിയ ദിവ്യാസ്ത്രങ്ങളെല്ലാം രാമന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ മനസ്സിലാക്കിച്ച് അതിനെ ആവാഹിക്കേണ്ട രീതിയും പ്രയോഗിക്കേണ്ട രീതിയും തിരിച്ചു പിടിക്കേണ്ട രീതികളും ഒക്കെ ശ്രീരാമന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഉപദേശിച്ചതോടുകൂടി തന്നെ ഈ ആയുധങ്ങളുടെയൊക്കെ അതിദേവതകളുണ്ട്. ഇപ്പോൾ വരുണാസ്ത്രത്തിന്റെ വരുണൻ, ആഗ്നേയാസ്ത്രത്തിന്റെ അഗ്നി, ഈ ദേവതകളൊക്കെ രാമന്റെ മുന്നിൽ വന്ന് നിന്നു. ഞങ്ങൾക്ക് ഇനി അങ്ങാണ് അധീശൻ എന്ന് പറഞ്ഞ് നിന്നു. അപ്പോൾ രാമൻ പറഞ്ഞു, അങ്ങ് നിങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായാൽ മതി, ആവശ്യം സ്മരിക്കുമ്പോൾ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദിവ്യാസ്ത്രങ്ങളൊക്കെ തൻ്റെ ജീവിതകാലം കൊണ്ട് മുഴുവൻ തപസ് കൊണ്ടും ഒക്കെ നേടിയ ദിവ്യാസ്ത്രങ്ങളൊക്കെ
വിശ്വാമിത്രൻ രാമന് ഉപദേശിക്കുന്നത്. ഇനി എനിക്കിത് ആവശ്യമില്ല, എനിക്കിനി തപസ് മാത്രം മതി, എൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രാമൻ ഉപദേശിക്കുന്നു. രാമനോട് അത് ലക്ഷ്മണൻ ഉപദേശിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നീട് അതിൻ്റെ പ്രയോഗങ്ങളെക്കുറിച്ച് പിറ്റേന്ന് പറഞ്ഞു കൊടുക്കുന്നതുണ്ട്. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. എന്തായാലും അങ്ങനെ ഈ യാഗരക്ഷ സമയത്ത് ഇത് പ്രയോഗിക്കുന്നതിൻ്റെ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത് ഓർമ്മ വന്നത്. അപ്പോൾ ബല പുനരതിബല എന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്ന ഈ വിഷയം, ഇതിൻ്റെ പ്രത്യേകത വിശപ്പും ദാഹവും ഉണ്ടാവത്തില്ല. വളരെ നല്ലതല്ലേ, കിട്ടുകയാണെങ്കിൽ നമ്മൾ അവരൊന്നും മേടിച്ചാൽ നല്ലതായിരിക്കും. വിശപ്പും ദാഹവും അറിയത്തില്ല. എത്ര ദിവസം വേണമെങ്കിലും വിശപ്പും ദാഹവും അറിയാതെ ജീവിക്കാനുള്ള വിദ്യയാണ് ആ മന്ത്രം ജപിച്ച് നിന്നാൽ. ഇപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കേൾക്കാറുണ്ട്, ഹിമാലയത്തിൽ വളരെ കാലമായി തപസ് ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഭക്ഷണമൊന്നുമില്ല, അവിടെ കിട്ടൂല. 6 മാസം അവിടെ മഞ്ഞ, അവിടെ ഒരു സാധനവും കിട്ടില്ല. ആ സമയത്തും അല്ലാത്തപ്പോഴും അവരവിടെ തപസ്സാണ്. ഇവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളിടത്ത് ഇത്തരം അപൂർവമായ സിദ്ധികൾ പണ്ട് തരും. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ കാനനവാസികൾക്കൊക്കെ ഇത്തരം സിദ്ധികളിലൂടെയാണ് അവർ ജീവിച്ചത്. തപസ് ചെയ്യുന്നവർക്ക് ആദ്യം അവർ ഭക്ഷണം കുറയ്ക്കും, ഫലവർഗ്ഗങ്ങൾ കഴിക്കും, പിന്നീട് ഭക്ഷണം വേണ്ടാന്ന് വെച്ചിട്ട് ജലം മാത്രമാക്കും, പിന്നീട് ജലവും വേണ്ടാന്ന് വെക്കും, പിന്നീട് ശ്വാസം പോലും നിയന്ത്രിച്ച് നിർത്തി തപസ് ചെയ്യുന്നതിനെ കുറിച്ച് പുരാണങ്ങളിൽ പറയാറുണ്ട്. എന്തായാലും ഇങ്ങനെ രാജകുമാരന്മാർക്ക് ഇങ്ങനെ ഒരു വിദ്യ കൊടുക്കുന്നുണ്ട്. അവരതുമായിട്ട് ഈ പറയുന്ന സിദ്ധാശ്രമത്തിൽ എത്തുന്നത് തന്നെ എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ്. അത്രയും ദിവസം അവർക്ക് ഭക്ഷണ സംഭവങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ ഇതിൻ്റെ ബലത്തിലാണ് പോകുന്നതെന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ രാക്ഷസന്മാർ അന്തരീക്ഷത്തിൽ വരുന്നു. പ്രത്യേകിച്ച് അവിടെ ആരും തടയാനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വന്ന ഉടനെ തന്നെ ഇവർ ഈ രക്തവർഷം ആരംഭിച്ചു എന്ന് പറയും. ശ്രീരാമൻ തൻ്റെ ഒരു അമ്പെടുത്തിട്ട് ഇത് മാനവാസ്ത്രമാണെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് നേരെ എയ്യുന്നു. അത് മാരീചന്റെ ദേഹത്ത് കൊണ്ടിട്ട് മാരീചനെ 100 യോജന ദൂരെ കടലിൽ കൊണ്ടിറങ്ങുന്നു മാരീചൻ. അപ്പോൾ ലക്ഷ്മണനോട് പറഞ്ഞു, ഇത് ദിവ്യാസ്ത്രങ്ങളിൽ പ്രധാനമാണ് മാനവാസ്ത്രത്തിന് ഇത്തിരി ദയുണ്ട്, ആരെയും കൊല്ലുമൊന്നുമില്ല. പക്ഷെ ഇവര് അതുകൊണ്ടാണ് മാരീചൻ ഇത്ര ദൂരെ പോയി വീണത്. പക്ഷെ ഇവര് ദയൊന്നും അർഹിക്കുന്നില്ല. അപ്പൊ മാരീചൻ അവിടെ പോയി വീണ ഉടനെ തന്നെ പേടിച്ച്, ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലുതായിട്ട് മാരീചൻ പേടിച്ചിട്ടില്ലെന്ന് പറയുന്നത്. മാരീചൻ പേടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ശ്രീരാമനാണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലായി. ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അമ്പ് തിരിച്ചു വരുന്നു എന്ന് പറയും. അപ്പൊ അങ്ങനെ മാരീചൻ അവിടെ മുതൽ മാരീച മുനിയായി മാറി, മഹർഷിയായി മാറി, ഒരു പർണശാലയൊക്കെ കെട്ടി രാമരാമ ജപിച്ചിരിപ്പായി. അങ്ങനെയാണ് തലേന്ന് വരെയുള്ള കർമ്മങ്ങളൊക്കെ മതിയാക്കി. അത്ര ലോകത്ത് ഇത്രയും ഒരാൾ പേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അത്ര ഘോരമായി പേടിച്ചു പോയി. അങ്ങനെ മാരീച മുനി അവിടെ രാമരാമ ജപിച്ചിരിക്കുകയായി. പിറ്റേന്ന് മുതൽ അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമത് ഇദ്ദേഹം അടുത്തൊരു അസ്ത്രം, ആഗ്നേയാസ്ത്രം ജപിച്ചു വിട്ടു. അത് സുബാഹുവിനെ അപ്പോഴും തന്നെ കൊണ്ടു. അടുത്തൊരു അസ്ത്രത്താൽ, വായവാസ്ത്രത്താൽ, വായു എന്നുള്ള ബലത്തിലുള്ള അസ്ത്രത്താൽ ബാക്കിയുള്ള രാക്ഷസന്മാരെയും കൊന്നു. പിന്നെ ആരെയും ശല്യമില്ല. യാഗം നന്നായിട്ട് ദീക്ഷിച്ചു. യാഗത്തിന്റെ പൂർണ്ണത എത്തി. എല്ലാവർക്കും സന്തോഷമായി. ആ സ്ഥലത്തിന് പവിത്രത കൂടി. വിശ്വാമിത്രൻ ഇവരെയുമായിട്ട് യാത്ര ചെയ്യുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകണം, നമുക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട. മാത്രമല്ല വിശ്വാമിത്രൻ ഇവരോട് പറഞ്ഞു, ഇവിടെ സിദ്ധാശ്രമത്തെ പവിത്രമാക്കി രാക്ഷസന്മാരിൽ നിന്ന് മുക്തമാക്കി ലോകമംഗളത്തിന് ഈ യാഗം നടത്തണമെന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് പൂർത്തിയായി. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ വിട്ട് ഹിമാലയത്തിൽ തപസ്സിന് പോകണം. കാരണം ഇദ്ദേഹത്തെ ഇവരെയൊക്കെ മുനികുമാരന്മാരെ ഏൽപ്പിച്ച് ആ സ്ഥലം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ല. മാത്രമല്ല എൻ്റെ കർത്തവ്യം ഏകദേശമൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ അദ്ദേഹം പോകും. അങ്ങനെ ഇവരെ കൊണ്ട് പിന്നെയും കുറേ ദൂരം സഞ്ചരിച്ചു. മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. ആ സ്ഥലത്തിനെ കുറിച്ചും ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ രാമായണത്തിന് വളരെ വിശദമായ പ്രതിപാദ്യങ്ങൾ, അത്രയൊക്കെ പറഞ്ഞു പോയാൽ നമ്മൾ 1 മാസമായാലും രാമായണം തീരത്തില്ല എന്നുള്ളത് ഞാൻ ഒന്നും ചുരുക്കിച്ചിരിക്കുകയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ ഇവരെയും കൊണ്ട് സഞ്ചരിച്ച് കൗശികി എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്ത്, അങ്ങനെ ഒരു നദിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കൗശികി. ഈ വിശ്വാമിത്രന്റെ അച്ഛന്റെ പേരാണ് ഗാധി. അപ്പൊ ഗാധിയുടെ രണ്ട് പേരുണ്ട്. ഒന്ന് വിശ്വാമിത്രനും പിന്നൊന്ന് കൗശികി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. കൗശികിയെ ഒരാൾക്ക് വിവാഹമൊക്കെ കഴിച്ചു കൊടുത്തെങ്കിലും പിന്നീട് തപസ് ചെയ്യാനായിരുന്നു അവർക്ക് ഇഷ്ടം. അങ്ങനെ തപസ് ചെയ്ത് പവിത്രത നേടി അവരൊരു നദിയായിട്ട് മാറി. ആ നദിയാണ് കൗശികി നദി. ഈ കൗശികിയുടെ നദിയുടെ തീരത്താണ് വിശ്വാമിത്രൻ നേരത്തെ താമസിച്ചിരുന്നത്. അപ്പോൾ ഈ സഹോദരിയുടെ സാമീപ്യം അദ്ദേഹത്തെ വളരെ വളരെ ഊഷ്മളമാക്കിയിരുന്നു. അപ്പോൾ പിന്നീട് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇദ്ദേഹം സിദ്ധാശ്രമത്തിലേക്ക് പോയത്. അപ്പോൾ കൗശികി നദിയെ കുറിച്ചൊക്കെ പറയുന്നത്. കൗശികി നദിയും ഈ ഗംഗാ നദിയിൽ പോയി ലയിക്കുകയാണ്. പിന്നീട് കളകനന്ദ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വിശ്വാമിത്രന് മറ്റൊരു പേരുണ്ട്, കൗശികൻ എന്നൊരു പേര്. കണ്ണു മഹർഷി പറയാം.
കണ്ണുമഹർഷിക്ക് അത് ശകുന്തള എടുത്ത് വളർത്തിയ ഋഷിയാണ് കണ്ണൻ. കണ്ണൻ സപ്തർഷികളുടെ സഹചാരിയാണ്. അപ്പൊ അങ്ങനെ ആ സ്ഥലത്തെക്കുറിച്ചും ഈ മന്ദാകിനി എന്ന് പറയുന്ന അളകനന്ദ എന്ന് പറയുന്ന നദിയിൽ വന്ന് ചേരുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ കുറച്ച് വിശേഷണങ്ങളൊക്കെ അവിടെ പറയുന്നു. അങ്ങനെ അവിടുന്ന് രാമനും ലക്ഷ്മണനുമായിട്ട് കുറേ ദൂരം കൂടെ യാത്ര ചെയ്ത് ഈ പറയുന്ന ആശ്രമങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നു. ഇവരെയൊക്കെ പരിചയപ്പെടുത്തി സഞ്ചരിക്കുന്നതായിട്ടാണ്. സമയം എങ്ങനെയായിട്ട് 8:30 വരെയാണെന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ അങ്ങനെ ഇവർ സഞ്ചരിച്ച് ഒരു വിജനമായ സ്ഥലത്ത്, ആശ്രമമാണ് എന്ന് തോന്നും, പക്ഷെ ആശ്രമത്തിൽ ആരുമില്ല, അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിച്ചേരാണ്. ആ സ്ഥലം അഹല്യ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ സ്ഥലമായിട്ട് പറയുന്നു. ഗൗതമൻ എന്ന് പറയുന്ന മഹർഷിയുടെ ആശ്രമമാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നു, ഗൗതമ മഹർഷി പത്നിയായ അഹല്യയോടുകൂടി അവിടെ തപസ് ചെയ്തിരുന്നു പണ്ട്, ഏറെക്കാലം. അങ്ങനെ ഒരു ദിവസം അഹല്യ ബ്രഹ്മാവിന്റെ പുത്രിയാണ്. ബ്രഹ്മാവിന് എന്തോ പെട്ടെന്ന് തോന്നിയിട്ട് സുന്ദരിയായ ഒരു സ്ത്രീയെ ഉണ്ടാവണം, ഒരു പുത്രിയായിട്ട് വേണം എന്നുള്ള തരത്തിൽ ബ്രഹ്മാവ് മാനസപുത്രന്മാരെ സൃഷ്ടിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നാരദൻ ബ്രഹ്മാവിന്റെ പുത്രനാണ്, കേട്ടിട്ടില്ലേ? നാരദൻ. പിന്നീട് സനകാദികൾ എന്ന് പറയുന്ന 4 പേര്, അതും ബ്രഹ്മാവിന്റെ പുത്രന്മാരാണ്. ഇദ്ദേഹം സൃഷ്ടിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ ഉണ്ടായിരുന്ന ആദ്യമുള്ള സനൽകുമാരന്മാർ തുടങ്ങിയവർ എന്ത് ചെയ്തു? അവർ തപസ് ചെയ്യാൻ പോയി. ഞങ്ങൾക്ക് സൃഷ്ടിക്കൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യാൻ പോയി. നാരദര് വീണ എടുത്തിട്ട് നാരായണ ജപിച്ചു പോയി. അങ്ങനെ ഒടുവിൽ പ്രജാപതിമാര്, കശ്യപൻ തുടങ്ങിയ പ്രജാപതിമാരാണ് സൃഷ്ടി നടത്തുന്നത്. ദക്ഷൻ, കശ്യപൻ തുടങ്ങി കുറെ പ്രജാപതിമാരാണ് സൃഷ്ടിയൊക്കെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു പുത്രിയാണ് ആരാണ്? അഹല്യ. അദ്ദേഹത്തെ ആർക്ക് വിവാഹം ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ അക്കാലത്തെ പ്രമുഖനായ ഋഷിയാണ് ഗൗതമൻ വിവാഹം കഴിച്ചു. അങ്ങനെ ഈ അഹല്യയുടെ സൗന്ദര്യം ഭയങ്കരമായിട്ട് കീർത്തിയായിരുന്നു. അങ്ങനെ ഇന്ദ്രന് ഇതിനോടൊരു താല്പര്യം തോന്നി. പക്ഷേ മുനിയെ എടുത്തോട്ട് ചെല്ലാനുള്ള പേടിയുണ്ട്. ഇദ്ദേഹം ഒരു ദിവസം മുനി സന്ധ്യാവന്ദനത്തിന് പോയ സമയത്ത് ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. സന്ധ്യാവന്ദനത്തിന് പോകേണ്ട സമയത്തിനും വളരെ മുമ്പേ തന്നെ ഒരു കോഴിയുടെ രൂപത്തിൽ പോയിരുന്നു കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഗൗതമൻ വിചാരിച്ചു സന്ധ്യയായി, അദ്ദേഹം സന്ധ്യാവന്ദന സമയം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഈ സമയത്ത് ഗൗതമന്റെ രൂപത്തിൽ അദ്ദേഹം ഇന്ദ്രൻ ആശ്രമത്തിൽ പ്രവേശിച്ചു. സന്ധ്യാവന്ദനത്തിന് പോയ ഇന്ദ്രൻ അല്ലല്ലോ, ഗൗതമൻ അവിടെ ചെന്ന് വളരെയായിട്ടും സൂര്യോദയം കാണാഞ്ഞിട്ട് തനിക്ക് അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ പോലെ ഒരാൾ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പോൾ അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇന്ദ്രൻ പേടിച്ചു, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞു. കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഇന്ദ്രനെ സഹസ്രഭകനായിരിക്കട്ടെ എന്ന് ശപിച്ചു. തൻ്റെ പുരുഷത്വം നഷ്ടപ്പെട്ടു പോകട്ടെ എന്ന് ശപിച്ചു. അഹല്യയും പേടിയോടെ നിൽക്കുന്നുണ്ട്. അഹല്യയെ, നീ കഠോരമായ ഹൃദയത്തോടുകൂടി ജീവിച്ചതുകൊണ്ട് നീ ഒരു ശിലയായി മാറട്ടെ എന്ന് ശപിച്ചു. അഹല്യ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനിതൊന്നും അറിഞ്ഞതല്ല, എനിക്കിതിലൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വരുമ്പോൾ നിനക്ക് മോക്ഷമുണ്ടാവും, അപ്പോൾ നീ എനിക്ക് എന്നിലേക്ക് വന്ന് ചേരാം എന്ന് പറഞ്ഞിട്ട് ഗൗതമൻ അവിടുന്ന് ഹിമാലയത്തിലേക്ക് തപസ്സിന് പോയി. അന്നു മുതൽ ഒരു ജീവികളും ഇല്ലാതെ, മുനി പോയതോടുകൂടി ബാക്കി മുനികുമാരന്മാരും ഒക്കെ പോയി, ഒരു ജീവികളുടെയും തണലില്ലാതെ കാറ്റും മഴയും ഒക്കെ ഏറ്റ് ഒരു ശിലയായിട്ട് അഹല്യയോടെ രാമനാമം ജപിച്ചു കഴിയായിരുന്നു. അപ്പൊ അഹല്യക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമനെ അദ്ദേഹം വിശ്വാമിത്രൻ അവിടെ എത്തിക്കുന്നത്. ചെന്നു, ആശ്രമത്തിൽ ചെന്നു, അതിനെ സ്പർശിച്ചു. അഹല്യ അവിടെ ആ ശില അഹല്യയായി മാറി. ശ്രീരാമനെ സ്തുതിച്ചു, പാദനമസ്കാരം ചെയ്തു. ആ സമയത്ത് ഗൗതമ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ തപസ്സിനായിട്ട് പോകുന്നു. അങ്ങനെ അഹല്യ മോക്ഷം എന്ന് പറയുന്ന ഭാഗം അവിടെ വരികയാണ്. ഇത്രയും പറഞ്ഞ് നമുക്ക് ഇന്നത്തത് നിർത്താം. ഇന്നത്തെ വിഷയങ്ങളിൽ എന്തെങ്കിലും സംശയം പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.